യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് അറസ്റ്റിൽ. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിനെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയെടുത്ത കേസിലെ ഒന്നാം പ്രതിയാണ് ഫിറോസ്. കോടതിയിൽ ഹാജരാക്കിയ ഫിറോസിനെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 18-നായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ സേവ് കേരള മുദ്രാവാക്യമുയർത്തി യൂത്ത് ലീഗ് സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ വ്യാപക അക്രമങ്ങളാണ് അരങ്ങേറിയത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ അറസ്റ്റ്. തിരുവനന്തപുരം പാളയത്ത് വെച്ച് കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 1000-ഓളം പേർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയാണ് ഫിറോസ്. അറസ്റ്റിൽ ഭയമില്ലെന്നും ശക്തമായ സമരം തുടരുമെന്നും പി.കെ. ഫിറോസ് പറഞ്ഞു. രാഷ്ട്രീയ പകപോക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സമരങ്ങൾ അടിച്ചമർത്തുക എന്നുള്ള ഉദ്ദേശം ഇത് ശക്തമായി നേരിടും. ഇത്തരം അറസ്റ്റ് കൊണ്ട് പിന്മാറുന്ന പ്രശ്നമില്ല. ശക്തമായി സമരവുമായി മുമ്പോട്ട് പോകും. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ആരോപിച്ചു. ഇത് കൂടുതൽ പ്രക്ഷോഭങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന് മാത്രമേ ഇത്തരം അടിച്ചമർത്തൽ നടപടികൾ കൊണ്ട് ഒരു ഗവൺമെന്റും പിടിച്ചു നിന്നിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം ഇപ്പോൾ ഫിറോസിനെ അറസ്റ്റ് ചെയ്തത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ ഫിറോസിന് പിന്തുണയുമായി സ്റ്റേഷനിലെത്തി. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ 28 യൂത്ത് ലീഗ് പ്രവർത്തകർ നിലവിൽ റിമാൻഡിലാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.